ഹലോ ഡിയേഴ്സ്, നമ്മുടെ മാത്സിലെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള 7 മാർക്ക് വെയിറ്റേജ് ഉള്ള നമ്മുടെ ആ ഒരു ചാപ്റ്ററിൽ നിന്നും അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിൽ 2020 തൊട്ട് 2024 വരെയുള്ള നമ്മുടെ മെയിൻ എക്സാമുകളുണ്ടല്ലോ, മോഡൽ, പബ്ലിക് ആൻഡ് സേ എക്സാം, അതിൽ വന്ന ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് അതൊക്കെ നോക്കി പ്രാക്ടീസ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അതിനകത്ത് ക്വസ്റ്റ്യനുകളെന്ന്. ഒന്ന്, അതിനകത്ത് നിന്ന് ഇപ്പം വന്നിരിക്കുന്നത് ഒരു റിലേഷൻ നമുക്ക് ഒരു സെറ്റ് തന്നു, ദെൻ ഒരു കണ്ടീഷൻ അവിടെ തന്നു, റോസ്റ്റർ ഫോമിൽ എഴുതാനാണ്, ഡൊമൈൻ റേഞ്ച് നിങ്ങൾ കാണാനാണ്. ഇത് ഇക്വാലൻസ് റിലേഷൻ ആണോ അല്ലയോ എന്ന് പറയണം. ആണെങ്കിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടല്ല എന്ന് ജസ്റ്റിഫിക്കേഷൻ നിങ്ങൾ പറയണം. ദെൻ മിനിമം ഒരു സെറ്റിൽ 4 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് റിഫ്ലക്സീവ് ആകണമെങ്കിൽ അതിൽ എത്ര ഓർഡേർഡ് പെയർ വേണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ക്വസ്റ്റ്യനുകൾ കണ്ടിട്ട് അതിൻ്റെ സൊല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോട്ട് പോകാം. അപ്പം എന്തായാലും നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് നോക്കാം. ഇനി രണ്ടാമത്തെ സേല് വന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഇത് കുറച്ച് ഒന്ന് നമ്മൾ ലോജിക്ക് ആലോചിക്കണം, പക്ഷേ സിമ്പിളാണ്. സേലാവുമ്പോൾ പലപ്പോഴും സേ എക്സാമിന് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ വരാറുണ്ട്. പക്ഷേ ഈ ഏരിയയിൽ നിന്ന് പലപ്പോഴും മറ്റ് എക്സാമുകളിലൊക്കെ വന്നിട്ടുള്ളത് പൊതുവേ എളുപ്പമുള്ള ക്വസ്റ്റ്യനുകളാണ്. പക്ഷേ റീസെൻറ്റ് ഇയേഴ്സിലൊക്കെ കുറച്ചൊന്ന് ഡിഫിക്കൽട്ട് ആയിട്ടുണ്ടെന്ന് മനസ്സിലാവും കഴിഞ്ഞ പബ്ലിക് എക്സാമിൻ്റെ ഒക്കെ നോക്കുമ്പോൾ. എന്നിരുന്നാലും നിങ്ങൾ നോക്കൂ, ഇതിപ്പം ഒരു റിലേഷൻ തന്നു, ഒരു സെറ്റ് തന്നു, റിലേഷൻ പറഞ്ഞു, റിഫ്ലക്സീവ് ആകണമെങ്കിൽ കണ്ടീഷനും തന്നിട്ടുണ്ട്. കെ എന്താണെന്നാണ് ചോദ്യം. പിന്നെ ഇവിടെ റിലേഷനിൽ എ ബി ഉണ്ട്, അങ്ങനെയെങ്കിൽ സിമ്മട്രിക് ആണ്, എന്ത് വേണം, ബി എ വേണം. അപ്പോൾ മോഡ് B-A 2 ആണെങ്കിൽ മോഡ് A-B എന്താകും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. എന്തായാലും അതിൻ്റെ സൊല്യൂഷനിലോട്ട് ഇപ്പം ഈ സ്ലൈഡിൽ നമ്മൾ കിടക്കുന്നില്ല. നമുക്ക് ക്വസ്റ്റ്യന് ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്, കഴിഞ്ഞ മോഡലിന് വന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ അറിയാൻ പറ്റും ഇതിനകത്ത് റിഫ്ലക്സീവ് ആണോ, സിമ്മട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത്. പിന്നെ അതിൻ്റെ ഇക്വാലൻസ് ക്ലാസ് കാണാനാണ് പിന്നെ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ സൊല്യൂഷനൊക്കെ നമ്മൾ കാര്യങ്ങൾ പറയാം. ഇനി ഇതിനകത്ത് ഇതുപോലെ മറ്റൊരു റിലേഷൻ തന്നിട്ടുണ്ട്, മറ്റൊരു സെറ്റ് തന്നിട്ടുണ്ട്, അതിന് റിലേഷനുള്ള കണ്ടീഷനും തന്നിട്ടുണ്ട്. അപ്പോൾ 3x - y ആണ്. അപ്പം വൈനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്നിട്ട് നിങ്ങൾ അതിലെ കണ്ടീഷൻ വെച്ചിട്ട് റിലേഷൻ ഉണ്ടാക്കണം. എന്നിട്ട് റിഫ്ലക്സീവ് ആണോ, സിമ്മട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ നോക്കണം. പിന്നെ മാർച്ച് 2023 വന്നത് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, 2D A-B എന്നുള്ളതാണ്. അത് വെച്ചിട്ട് നിങ്ങൾ ഇതിനകത്ത് കണ്ടീഷൻ നിങ്ങൾ ചെക്ക് ചെയ്യണം. എന്നിട്ട് അതുപോലെ തന്നെ ഇത് ഇക്വാലൻസ് റിലേഷൻ ആണോ എന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പം അത്തരത്തിൽ നമുക്ക് ഇതിനകത്ത് ആദ്യം ഇതിലിപ്പം 2D A-B ഇതിനകത്ത് പോസിബിൾ ആവുക 2-4 അതെ, ബാക്കിയൊന്നും അതിനകത്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ ഇക്വാലൻസ് റിലേഷൻ ആണോ എന്ന് നമുക്ക് സൊല്യൂഷൻ പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ അതിനകത്ത് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇത് നമുക്ക് റിഫ്ലക്സീവ് റിലേഷൻ ആക്കണമെങ്കിൽ ഇതിലോട്ട് ആര് ആഡ് ചെയ്യണമെന്നാണ്. നമുക്കറിയാം 1 1 3 3 ഉണ്ടെങ്കിൽ 2 2 വേണം. അപ്പോൾ 2 2 ആണ് ആഡ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത 2022 വന്നത് ഇതിനകത്ത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. നമുക്കിത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും, റിഫ്ലക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, പക്ഷേ എന്തല്ല, സിമ്മട്രിക് അല്ല. പിന്നീട് 2022 വന്നതും ആ ഒരു ടൈപ്പ് തന്നെയാണ്, റിഫ്ലക്സീവ് ആണ്, പക്ഷേ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സിമ്മട്രിക് അല്ല, അതുപോലെ ട്രാൻസിറ്റീവും അല്ല. ദെൻ 2021 മാർച്ചിൽ വന്നത് ഇതിലോട്ട് ഏത് പെയർ ആഡ് ചെയ്താലാണ് ഇത് ഇക്വാലൻസ് ആകുക എന്നുള്ളതാണ്. കാരണം ഇത് റിഫ്ലക്സീവ് ആണെന്ന് മനസ്സിലായി, സിമ്മട്രിക് ആവണമെങ്കിൽ 1 3 ഉണ്ടെങ്കിൽ എന്ത് വേണം, 3 1 വേണം. അപ്പം നിങ്ങൾക്ക് ആ രീതിയിൽ ചെയ്യാൻ പറ്റും. ഇത് കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കി ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. y is divisible by x. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാം. ഇതിനകത്ത് സൊല്യൂഷൻ ഇപ്പം ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇതിൻ്റെ സൊല്യൂഷന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഒരു വീഡിയോ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലിങ്ക് കമൻറ്റ് ബോക്സിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് പോയിട്ട് നിങ്ങൾ കാണുക. ഇതിപ്പം ക്വസ്റ്റ്യൻസിൻ്റെ മാത്രം വീഡിയോ ആണ്. പിന്നെ ചില ക്വസ്റ്റ്യനുകൾക്ക് മാത്രം നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് A = B - A. A എന്ന് പറഞ്ഞാൽ എന്താണ്, Bന്ന് 2 കുറച്ചതാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഏതാ വരിക, C ആണ് വരിക. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ 8 2 കുറച്ചതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞു പോയതാണ്. ഇതുപോലെ 1 1 1 2ൻ്റെയും അതുപോലെ തന്നെ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ എന്നുള്ളതിൻ്റെയും നമ്മൾ വീഡിയോ ചെയ്യും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ സൊല്യൂഷന് നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക, കാണുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകളിലോട്ട് ആ സൊല്യൂഷൻ്റെ വീഡിയോ അതുപോലെ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക. അപ്പം അടിപൊളിയായിട്ട് പഠിക്കുക. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.